സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴയാണ്. വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനക്കുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. വിവരങ്ങളുമായി ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. ദീപക്, ഗുഡ് മോർണിംഗ്. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പല സ്ഥലങ്ങളും മലബാർ മേഖലയിലുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? മഴയുണ്ട് അവിടെ അല്ലേ? അതെ ക്രിസ്റ്റീന, സ്മിത, വെരി ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇടുക്കി മുതൽ വടക്കോട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നു. കാരണം ഉയർന്ന തിരമാല, കടലാക്രമണ സാധ്യതയുണ്ട് എന്നുള്ളതും ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നു. കർണാടക, കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരും എന്നുള്ളതും അറിയിച്ചിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മലയോര മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രത വേണമെന്നുള്ള അറിയിച്ചിരിക്കുകയാണ്. അതായത് തീരപ്രദേശത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയതുപോലെ തന്നെ മലയോര മേഖലയിലും ജാഗ്രത പറഞ്ഞിരിക്കുന്നു. ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഇത്രയും ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് നേരത്തെ ക്രിസ്റ്റീന ചോദിച്ചതുപോലെ കാലത്ത് മുതൽ കനത്ത മഴയാണ്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പൊതുവിൽ ഇന്നലെ രാത്രി വൈകി ഇന്ന് പുലർച്ചെയൊക്കെ തന്നെ കോഴിക്കോട് മഴയാണ്. സമാനമായ സാഹചര്യമാണ് മലബാറിലെ പല ജില്ലകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും കനത്ത മഴയിൽ ജാഗ്രത തുടരണം. അത് തീരദേശത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. അതുപോലെ തന്നെ മലയോര മേഖലയിലെ സാഹചര്യം കൂടി കണക്കിലെടുക്കണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത്തരം അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ആൾക്കാർ മാറി നിൽക്കണം എന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്. ക്രിസ്റ്റീന, സ്മിത.